ക്ലാസ്സിലിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണിത്. ഒന്ന് ഫോണിലെ സ്റ്റോറേജ് ആണ്. നിങ്ങളുടെ ഫോണിൽ ആവശ്യമില്ലാത്ത ഫോട്ടോസ്, അതുപോലെ വീഡിയോസ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഫോണിൻ്റെ മെമ്മറി ഫുള്ളാണെങ്കിൽ നാളത്തെ ക്ലാസ്സിന് മുമ്പായിട്ട് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഫോൺ ക്ലിയർ ആക്കിയിട്ട് വരണം. പിന്നെ അതുപോലെ സിമ്മിന് അത്യാവശ്യം നെറ്റ്വർക്ക് കവറേജ് ഉള്ള ഒരു സ്ഥലത്ത് പോയിരിക്കണം. കാരണം നാളത്തെ ക്ലാസ്സിൽ ഏകദേശം ഒരു 300-ന് മുകളിൽ ആൾക്കാരുണ്ടാവും. അപ്പം ഇത്രയും ആളുകൾ കയറുമ്പോൾ നിങ്ങളെ നെറ്റ്വർക്ക് കവറേജ് കുറവാണെങ്കിൽ നിങ്ങൾ ക്ലാസ്സിന് ചിലപ്പോൾ ലെഫ്റ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സിമ്മിനൊക്കെ അത്യാവശ്യം നെറ്റ്വർക്ക് കവറേജ് ഉള്ള ഒരു സൈലൻ്റ് ആയ സ്ഥലത്ത് പോയിരിക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ ഇൻ്റർനെറ്റ് ഡാറ്റ മാനേജ്മെൻ്റ് ആണ്. കാരണം നാളത്തെ ഈ ഒരു ക്ലാസ് ഏകദേശം 2 മണിക്കൂറുള്ള ഉണ്ടാവും. 2 മണിക്കൂറിൻ്റെ മുകളിലായിട്ട് തന്നെ ഉണ്ടാവും. അപ്പം ഈ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് മിനിമം ഒരു 350 MB എങ്കിലും ഡാറ്റ വേണം. 350 MB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഇപ്പം സിം റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം 1 GB അല്ലെങ്കിൽ 1.5 GB എന്നുള്ള ഡാറ്റ ആയിരിക്കും ഉണ്ടാവുക. ഈ 1 GB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1000 MB ആയിരിക്കും. പിന്നെ 1.5 GB ആണെങ്കിൽ ഒരു 1500 MB അടുത്തായിരിക്കും. അപ്പം നാളത്തെ ഒരു ക്ലാസ്സിന് ഏകദേശം 350 MB എങ്കിലും മിനിമം വേണം. ഇപ്പോൾ നാളത്തെ ദിവസം നിങ്ങളുടെ ഫോണിൽ ഈ വാട്സപ്പിൽ ഒരുപാട് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, അതുപോലെ യൂട്യൂബിൽ നോക്കിയിട്ട് കുറേ വീഡിയോസ് കണ്ടിട്ട് അങ്ങനെ സമയം പോകല്ലേ, അതുപോലത്തെ കാര്യങ്ങൾ, അതുപോലത്തെ ഫേസ്ബുക്കിൽ വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ കാണുക, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നാളെ ഒന്ന് കുറയ്ക്കണം. കാരണം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നെറ്റ് തീർന്ന ഒരു കാരണം കൊണ്ട് ഒരുപാട് പേർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സംഭവം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ആദ്യം പറയുന്നത്. ഇപ്പോൾ നാളത്തെ ഒരു ദിവസം നിങ്ങൾ മാക്സിമം ഫോണുമായിട്ട് പിന്നെ ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫോണിലൊന്ന് ഒഴിവാക്കി വെക്കുക. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാന്നുള്ളത്, ഒരു 7:30 ആകുമ്പോൾ നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ലിങ്ക് അയച്ചു തരും. ആ ലിങ്കിൽ ടച്ച് ചെയ്തിട്ട് വേണം ഈ നാളത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ. പിന്നെ സൂം മീറ്റിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ മീറ്റിങ്ങിൻ്റെ ഇടയിൽ ശബ്ദം കുറവായി തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെയായിരിക്കും നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൻ്റെ മുകളിൽ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുമ്പം എന്താ ഈ താഴെ ഭാഗത്തുണ്ടോ ലീവ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വരും, കണ്ടല്ലേ? അപ്പോൾ നിങ്ങളുടെ ഫോണിൽ നാളെ ശബ്ദം കുറവുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലാസ്സിന് ലീവ് ചെയ്യാം. അതിനുശേഷം വീണ്ടും ജോയിൻ ചെയ്യാം. സ്ക്രീനിൻ്റെ മുകളിൽ ഒന്ന് ടച്ച് ചെയ്യാം. എന്നിട്ട് ആ താഴെ ഭാഗത്ത് ലീവ് എന്ന് വരും. അപ്പോൾ ലീവിൻ്റെ മുകളിൽ ടച്ച് ചെയ്ത് നിങ്ങൾ ക്ലാസ്സിന് പുറത്തേക്ക് പോകും. അപ്പോൾ വീണ്ടും ജോയിൻ ചെയ്യാം. വീണ്ടും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സൂമിലെ ലിങ്ക് ഇല്ലേ, അവിടെ ടച്ച് ചെയ്തിട്ട് വീണ്ടും ജോയിൻ ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ശബ്ദത്തിൻ്റെ കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരെ വരും. മൈക്ക് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നുള്ളത്, നാളത്തെ ക്ലാസ്സിൽ അനൂപ് സാർ നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കാൻ, നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കാനൊക്കെ പറയും. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഈ മൈക്ക് ഓപ്പൺ ചെയ്യാൻ അറിയാത്ത ഒരുപാട് പേര് നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ മൈക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഞാൻ കാര്യം പറഞ്ഞുതരാം. സൂം മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്താൽ സാറ് ക്ലാസ് എടുക്കുന്നത് മാത്രമായിരിക്കും കാണാൻ പറ്റുന്നത്. അപ്പോൾ ജസ്റ്റ് സ്ക്രീനിൻ്റെ മുകളിൽ ഒന്ന് ടച്ച് ചെയ്യാം. അപ്പോൾ സ്ക്രീനിൻ്റെ മുകളിൽ ടച്ച് ചെയ്യുമ്പോൾ എന്താ താഴെ ഭാഗത്ത് ഇതുപോലെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പൊന്തി വരും മുകളിലേക്ക്. അപ്പോൾ ഇവിടെ കണ്ടോ, ഈ പച്ച റൗണ്ടിൽ അൺമ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മൈക്കിൻ്റെ സിമ്പലും അതിൻ്റെ മുകളിൽ ഒരു റെഡ് വരയും കണ്ടോ. ആ റെഡ് വര ഉണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ആ റെഡ് വര നമ്മൾ ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ റെഡ് വരൻ്റെ മുകളിൽ ഒന്ന് ടച്ച് ചെയ്യുക. ആ റെഡ് വരൻ്റെ മുകളിൽ ടച്ച് ചെയ്യുമ്പോൾ കണ്ടല്ലേ, ഇതാ സ്റ്റെപ്പ് 3 കാണിക്കുന്നല്ലേ, ഈ മൈക്കിൻ്റെ മുകളിൽ ആ റെഡ് വര പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിക്ക് കേൾക്കാൻ പറ്റും. എങ്ങനെയാണ് വീഡിയോ ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞുതരാം. സ്ക്രീനിൻ്റെ മുകളിൽ ഒന്ന് ടച്ച് ചെയ്യുക. നിങ്ങൾ ടച്ച് ചെയ്യുക. സ്ക്രീനിൻ്റെ മുകളിൽ നിങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ അവിടെ ഈ മൈക്കിൻ്റെ അടുത്ത് തന്നെ കണ്ടോ സ്റ്റാർട്ട് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമറേൻ്റെ സിമ്പിൾ കണ്ടല്ലേ. അപ്പോൾ ആ ക്യാമറേൻ്റെ സിമ്പിളിൻ്റെ മുകളിൽ ഒരു റെഡ് വര ഉണ്ട്. ആ റെഡ് വര പോയി കഴിഞ്ഞാലായിരിക്കും ക്യാമറ ഓൺ ആവുന്നത്. അപ്പോൾ ആ റെഡ് വരൻ്റെ മുകളിൽ ഒന്ന് ടച്ച് ചെയ്യുക. അവിടെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ എന്താ സ്റ്റെപ്പ് 2 കാണിക്കുന്നില്ലേ, സ്റ്റോപ്പ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ക്യാമറേൻ്റെ മുകളിൽ ഇപ്പോൾ റെഡ് വര അല്ല. ആ റെഡ് വര പോയി കഴിഞ്ഞാൽ എന്തായി, നിങ്ങളുടെ ക്യാമറ ഓണായി. എങ്ങനെയാണ് ഈ ഒരു മീറ്റിങ്ങിൽ ചാറ്റ് ചെയ്യാന്ന് പറഞ്ഞുതരാം. നാളത്തെ ഈ ഒരു ക്ലാസ്സിൽ അനൂപ് സാർ നിങ്ങളോട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചാറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലും ചാറ്റ് ചെയ്യാനൊക്കെ പറയും. എന്തെങ്കിലും സാറിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റിലൊക്കെ ടൈപ്പ് ചെയ്യാൻ പറ്റും ക്ലാസ്സിൻ്റെ ഇടയിലൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൽ, ഇപ്പം നേരത്തെ വീഡിയോയും മൈക്കും ഓപ്പൺ ആക്കിയില്ലേ, അതുപോലെ തന്നെ സ്ക്രീനിൻ്റെ മുകളിൽ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ സ്ക്രീനിൻ്റെ മുകളിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പം താഴെ ഭാഗത്ത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ അതിൽ 3ാമത്തെ ഓപ്ഷൻ കണ്ടോ, ചാറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം കാണാം. അതിന് മുകളിൽ ടച്ച് ചെയ്യാം. എന്താ അപ്പോൾ ഇവിടെ ടൈപ്പ് ഹിയർ എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കാണും. അവിടെ നിങ്ങൾ എന്താണോ മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ മെസ്സേജ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ കണ്ടോ ഒരു നീല കളറിൽ ഒരു ആരോ മാർക്ക്, ആ ആരോ മാർക്കിൻ്റെ മുകളിൽ ടച്ച് ചെയ്യുക. അപ്പം നിങ്ങളുടെ ചാറ്റ് ഈ ഒരു മീറ്റിംഗ് റൂമിലേക്ക് വരുന്നതാണ്. സൂം മീറ്റിങ്ങിൽ ചിലപ്പം അനൂപ് സാറ് നമ്മളോട് കൈ പൊന്തിക്കാൻ പറയും. അപ്പോൾ എങ്ങനെയാണ് ഈ കൈ പൊന്തിക്കുക എന്നുള്ളത് കാണിച്ചു തരാം. റൈസ് ഹാൻഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ സ്ക്രീനിൻ്റെ മുകളിൽ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഇതുപോലെ വരും. അപ്പം ഇവിടെ ഈ 4ാമത്തെ ഓപ്ഷൻ കണ്ട 3 കുത്ത് കണ്ടല്ലേ, മോർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ടച്ച് ചെയ്യുക. അതിൻ്റെ മുകളിൽ ടച്ച് ചെയ്താൽ ഇതുപോലെ കാണിക്കും. റേസ് ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരും
ഇങ്ങനെ കൈ പൊന്തിക്കുന്നത് പോലെ വരും. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പേരടിച്ചിട്ട് ഈ ഒരു മീറ്റിംഗ് റൂമിൽ ജോയിൻ ചെയ്യാന്നുള്ളത്. ഇപ്പോൾ നാളത്തെ ക്ലാസ്സിൽ നിങ്ങളോട് അനൂപ് സാർ പറയും നിങ്ങളുടെ പേരടിച്ച് ക്യാമറ ഓപ്പൺ ചെയ്തിരിക്കാൻ പറയും. അപ്പോൾ നിങ്ങളുടെ പേരടിച്ചാൽ മാത്രമേ അനൂപ് സാറിനെ ഓരോരുത്തരെയും വ്യക്തമായി നോക്കാൻ പറ്റുള്ളൂ, ആരാന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പേരടിച്ചിട്ട് ഈ ഒരു മീറ്റിംഗ് റൂമിൽ കയറുകയെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം നേരത്തെ ഞാൻ കാണിച്ചില്ലേ, അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു സ്ക്രീനിൻ്റെ മുകളിൽ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുമ്പം താഴെ ഭാഗത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വരുമല്ലേ. അപ്പോൾ അതിൽ 4ാമത്തെ ഓപ്ഷൻ കണ്ടില്ലേ, മോർ എന്ന് പറഞ്ഞിട്ട് ഈ 3 കുത്തുള്ള ആ 3 കുത്തുള്ള അതിൻ്റെ മുകളിൽ ടച്ച് ചെയ്യുക. അതിൻ്റെ മുകളിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ എന്താ പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സാധനം വരും. അപ്പോൾ ഈ ഒരു മീറ്റിംഗ് റൂമിൽ എത്ര ആൾക്കാരോ ആരൊക്കെയാണോ പാർട്ടിസിപ്പേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ എല്ലാവരുടെയും പേരുകൾ ഈ ഒരു ഇതിലുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ടച്ച് ചെയ്യുക. അതിൻ്റെ മുകളിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ എന്താ ഈ മീറ്റിങ്ങിൽ എത്ര ആൾക്കാരുണ്ടോ എന്ന് വെച്ചാൽ എല്ലാവരുടെയും പേര് ഇങ്ങനെ താഴേക്ക് 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 ഇങ്ങനെ കാണിക്കും. കണ്ടില്ലേ ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണിക്കുന്നത് പോലെ. അപ്പം ഈ മീ എന്ന് പറഞ്ഞ് ഏറ്റവും മുകളിലുണ്ടാവും. ആ മീ എന്ന് പറഞ്ഞ് ഏതാണോ അതാണ് നമ്മുടെ ഫോൺ ഉണ്ടാവുക. അപ്പോൾ ചിലപ്പം നിങ്ങളുടെ പേരാണെങ്കിൽ പേരിൻ്റെ അടുത്ത് മീ എന്നുണ്ടാവും. ഇനി പേരല്ല, ആദ്യമായിട്ട് ഈ മീറ്റിങ്ങിലൊക്കെ കയറുകയാണെങ്കിൽ ചിലപ്പോൾ ഫോണിൻ്റെ പേരായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഐഫോൺ എന്നുള്ളൊരു പേരാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പേരെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സൈഡിൽ മീ എന്നുണ്ടാവും. അപ്പോൾ ആ മീ എന്നുള്ള അവിടെ ടച്ച് ചെയ്യാം. അവിടെ നമ്മൾ ടച്ച് ചെയ്യുമ്പം നമുക്ക് പേര് മാറ്റാൻ വേണ്ടി ഒരു ഓപ്ഷൻ വരും. കണ്ടോ, ഇവിടെ കണ്ടോ പേര് മാറ്റാൻ വേണ്ടി വന്ന ഓപ്ഷൻ റീനെയിം എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ റീനെയിം എന്നുള്ള അവിടെ ടച്ച് ചെയ്യണം. അവിടെ നമ്മൾ ടച്ച് ചെയ്യുമ്പം എന്താ ഇതുപോലെ എൻ്റർ എ ന്യൂ സ്ക്രീൻ നെയിം എന്നുണ്ടോ, ഇവിടെ ആദ്യമുള്ള പേര് ഇവിടെ കാണിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പേര് നമ്മൾ ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം. ടച്ച് ചെയ്യുമ്പോൾ നമ്മളെ കീപാഡ് വരും ഫോണിൻ്റെ. അപ്പോൾ കീപാഡ് വെച്ചിട്ട് ബാക്കോട്ട് പോകുന്ന സ്ഥിതിയല്ലേ. ഇപ്പോൾ നമ്മളൊരു മെസ്സേജ് ഒക്കെ അയക്കുമ്പോൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ബാക്കോട്ട് മായ്ക്കൂലേ. അപ്പം മായ്ക്കുന്നത് പോലെ അത് ഇപ്പം ഉള്ള പേര് മായ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ പേരെന്താന്ന് വെച്ചാൽ ആ പേര് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ അടിക്കുക. അപ്പം അങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പേര് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് എങ്ങനെയാണ് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം. അതിന് മുമ്പേ ആയിട്ട് എന്താണ് ഗൂഗിൾ ഫോം എന്ന് പറഞ്ഞുതരാം. ഗൂഗിൾ ഫോം എന്ന് പറഞ്ഞാൽ ഇപ്പം എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ ഒരു ബാങ്കിലോ അല്ലെങ്കിൽ KSEB ഓഫീസിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ അങ്ങനെ എവിടെ പോയി കഴിഞ്ഞാലും നമ്മുടെ വിവരങ്ങൾ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പേപ്പറും പെന്നും എടുത്തിട്ട് നമ്മളെ കാര്യങ്ങൾ എഴുതി കൊടുക്കും. പക്ഷേ ഇവിടെ ഈ ഒരു മീറ്റിംഗ് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഈ പേപ്പറും പെന്നുമായി എടുത്ത് ചെയ്യുന്ന ഈ ഒരു രീതി നമുക്കിവിടെ പോസിബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഗൂഗിളിൽ ഒരു ഫോമും അതുപോലെ തന്നെ നമ്മുടെ പെന്നിന് പകരമായിട്ട് ഇവിടെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ കീബോർഡുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മുടെ എല്ലാവരുടെയും വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളെല്ലാവരുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതുപോലെ ഒരു ഫോം അയച്ചിട്ടുണ്ട്. ഇതാ നിങ്ങളെല്ലാവരുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതുപോലൊരു ഫോം അയച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലേ, യോഗമുദ്ര ഹീലിംഗ് സീക്രട്ട് രജിസ്ട്രേഷൻ, പിന്നെ ഡേറ്റ്, യോഗമുദ്ര സൗജന്യ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് ഈ ഫോം പൂരിപ്പിക്കുക. രാത്രി 8 PM ടു 9:30 PM വരെ നടക്കുന്ന ഫ്രീ യോഗമുദ്ര ബേസിക് ഹീലിംഗ് സീക്രട്ട് ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ താഴെ കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. അതിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളുടെ വിവരങ്ങൾ കൊടുക്കാം. അതനുസരിച്ചുള്ള മുദ്ര, ഹീലിംഗ് വിശദീകരണം, പരിഹാര മാർഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് ക്ലാസ് നടക്കുന്നത്. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത അതേ പേര് വെച്ച് തന്നെ മീറ്റിംഗിൽ എൻ്റർ ചെയ്യുക. ഈ പേര് വെച്ച് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ എങ്ങനെയാണ് പേര് അടിക്കുക എന്നുള്ള കാര്യങ്ങൾ തൊട്ട് മുമ്പേ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഗൂഗിൾ ഫോം ലിങ്ക് ഇത് കണ്ടോ, ഒരു പച്ച കളറിലുള്ള. അപ്പം ഈ ഒരു ലിങ്ക് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു പച്ച കളറിൽ കാണിക്കുന്ന ഇതിൻ്റെ മുകളിൽ നമ്മൾ ടച്ച് ചെയ്യണം. അവിടെ ടച്ച് ചെയ്ത് കഴിയുമ്പം ഫോം ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, യോഗമുദ്ര ഹീലിംഗ് സീക്രട്ട് രജിസ്ട്രേഷൻ ഫോം, ഡേറ്റ് കണ്ടോ. പിന്നെ ഇവിടെ നിങ്ങളുടെ പേരടിക്കാനുള്ള സ്പേസ് ആണ്. അപ്പം നമ്മൾ പേരെന്താണെന്ന് വെച്ചാൽ ആ പേര് നമ്മളിവിടെ ടൈപ്പ് ചെയ്യാം. പിന്നെ വാട്സപ്പ് നമ്പർ, നിങ്ങൾ ഏത് നമ്പറിലാണ് വാട്സപ്പിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ആ ഒരു നമ്പർ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യാം. പിന്നെ സ്ഥലം, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് വെച്ചാൽ ആ ഒരു സ്ഥലം ഇവിടെ ടൈപ്പ് ചെയ്യാം. പിന്നെ ജോലി, നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ, നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് കാര്യങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഏതെങ്കിലും പ്രശ്നങ്ങൾക്കുള്ള യോഗമുദ്ര അറിയുന്നതിന് ദയവായി വിവരങ്ങൾ ടൈപ്പ് ചെയ്യുക. ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾക്കുള്ള മുദ്രകളായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ അനൂപ് സാർ പറഞ്ഞിരുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ പ്രശ്നം വെച്ചാൽ ആ പ്രശ്നത്തിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഡിസീസ് എന്നാണ് എഴുതുന്നത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണോ ഓൺലൈനിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്? അതെങ്കിൽ അതേ എന്നുള്ള ഇവിടെ ഒന്ന് ടച്ച് ചെയ്യുക. ഇനി അല്ലെങ്കിൽ ഇവിടെ ടച്ച് ചെയ്യുക. കണ്ടോ, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അത് സെലക്ട് ആവുന്നതാണ്. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ ക്ലാസ്സിനെ പറ്റി അറിഞ്ഞത്? നിങ്ങൾ ഫേസ്ബുക്ക് വഴിയാണോ അല്ലെങ്കിൽ യൂട്യൂബ് വഴിയാണോ
അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് വഴിയാണോ, എങ്ങനെയാണോ നിങ്ങൾ ഈ ഒരു യോഗമുദ്ര ഹീലിംഗ് സീക്രട്സ് എന്ന ഈ ഒരു ക്ലാസ്സിനെ പറ്റി അറിഞ്ഞതെന്ന് വെച്ചാൽ അത് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തത് ഫ്രണ്ട് എന്നാണ്. പിന്നെ ഈ കോഴ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് മറ്റു കോഴ്സുകൾ ഉൾപ്പെടുത്തണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ പറയൂ. നിങ്ങൾക്ക് ഏതെങ്കിലും അധികം കോഴ്സിനെ പറ്റി അറിയണമെന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം കേട്ടോ. അപ്പോൾ നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോഴ്സുകളായിരിക്കും അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ മെഡിറ്റേഷൻ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, ഇനി യോഗേൻ്റെ ക്ലാസ് വേണമെങ്കിൽ അത് കൊടുക്കാം. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മൈൻഡിലുള്ളതെന്ന് വെച്ചാൽ ആ ഒരു സംഭവം നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഈ ലാസ്റ്റ് കണ്ടോ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ടച്ച് ചെയ്യാം. അവിടെ ടച്ച് ചെയ്യുമ്പോൾ ഇത് രജിസ്റ്റർ ആയിട്ടുണ്ട്. ഇതുണ്ടോ, യോഗമുദ്ര ഹീലിംഗ് സീക്രട്ട് രജിസ്ട്രേഷൻ ഫോം, ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ യുവർ റെസ്പോൺസ് ഹാസ് ബീൻ റെക്കോർഡഡ്, കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്തത് റെക്കോർഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യേണ്ടത്.